എവ്രിവൺ, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വരുന്ന ഏപ്രിലിൽ എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് ഒരു വെഡ്ഡിങ് സീരീസ് ചെയ്താലോ എന്ന്. നമ്മളെവിടെയാണ്? സോ ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നു. മിലാഞ്ചിയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിന് വേണ്ടി വന്നതാണ്. ഫസ്റ്റ് എവിടെ നമ്മൾ പോയത്? പോത്തീസ്, പരാഗി പോയി. പിന്നെ നമ്മൾ പോത്തീസിൽ പോയി. പോത്തീസിൽ നമ്മൾ ബ്രൈഡ്സ് മെയ്ഡ്സിനുള്ള എല്ലാ ഡ്രസ്സും എടുത്തു. ഇപ്പോൾ പൊന്നിച്ചേച്ചിക്ക് വേണ്ടി മധുരം വെപ്പിന് വേണ്ടി മെലാഞ്ചിയിൽ വന്നു. ഇന്നത്തെ ദിവസം ഡൺ, തീർന്നൊരു ദിവസം. ഞങ്ങളൊരു ഉച്ച കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നു ഇറങ്ങിയത് ഷോപ്പിങ്ങിന് വേണ്ടി. ഒരു ഈവനിങ് 7:30 8 ഷോപ്പിംഗ് ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ കൊച്ചിയിലുള്ള കിങ്സ് വേയിലേക്ക് ഞങ്ങൾ ചുമ്മാ അവിടെ കാണാനും നടക്കാനൊക്കെ. നല്ല വൈബാണ്. പക്ഷേ ഇവിടെയൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മൂടി വെച്ചതാ. അപ്പൊ എങ്ങനെ പോകുന്നു നമ്മുടെ ചേച്ചിയുടെ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ? പോരട്ടെ. ബ്രൈഡ്മെയ്ഡിന്റെ ഡ്രസ് നമ്മൾ എടുത്തു. ഓക്കേ, തുണി എടുത്തു. സ്റ്റിച്ചിങ് കൊടുക്കണം. ഇവിടെ എന്താ പരിപാടി? നമ്മള് തകർത്തല്ലോ. അല്ല, ഇവിടെ എന്താ പരിപാടിന്ന്? അപ്പൊ നമ്മള് ക്യൂൻസ്വേല് വന്നേക്കുവാണ്. വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. മടുത്തു, തളർന്നു. പറഞ്ഞോ. എന്ത് കാര്യം എന്നിട്ട് പറഞ്ഞേ? വന്നപ്പോ തുടങ്ങിയിരുന്ന കൊട്ടുവായി ഇടുവാലോ. എന്താന്ന് ക്ഷീണമുണ്ട്, പക്ഷെ ഈ ചെറിയ ഇളം കാറ്റില് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഒരു സുഖമുണ്ട്. ഇളം കാറ്റിലാണ് 2 വർഷത്തെ കഥകൾ പറയാനുണ്ട്. അതെ അതെ, കൊറേ ഗോസിപ്പ് പറയാൻ ബാക്കിയാണ്. കൊറേ കാര്യങ്ങളുണ്ട് കല്യാണത്തിന്. ഡാൻസ് പ്രാക്ടീസ്, ഡാൻസ്, പിന്നെ നമ്മള് ബാക്കിയുള്ള ഡ്രസ് കല്യാണ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പൊ നിലവിൽ നമ്മള് ബ്രൈഡ്സ്മെയ്ഡിന്റെ ഡ്രസ്സുകൾ മാത്രം സെലക്ട് ചെയ്ത് ഇനി അത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഇനി ബാക്കി എന്തൊക്കെയാ മധുര വെപ്പ്, എൻഗേജ്മെന്റ്, പിന്നെ നമ്മൾ ബാച്ചിലർ പാർട്ടിയുടെ അതിന്റെ കോസ്റ്റ്യൂം, അതിന്റെ കുറെ കാര്യങ്ങൾ, അതിന്റെ ഇനി കുറച്ച് നമ്മൾ പ്ലാനിങ് ചെയ്യണം. ഏത് എടുക്കണം, ഏത് ഡ്രസ്സ് എടുക്കണം, എങ്ങനെ ചെയ്യണം, ഏത് മോഡൽ എടുക്കണം, അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ഡാൻസ് പ്രാക്ടീസ്. നമ്മൾ ഒരു ദിവസം വരും, ഒരു 3-4 ദിവസം മുന്നേ വീട്ടിൽ. കരയോ കല്യാണത്തിന്? കരയത്തില്ല, പക്ഷെ നമ്മൾ സന്തോഷിക്കും. ചേച്ചിക്ക് കരയോ? കണ്ട ഞാൻ ബാക്കി ചോദിക്കട്ടെ. കാണുന്നില്ല. ഇല്ലെന്ന് അനുമാനിക്കാം. ഇവിടെ ഫുഡ് എന്താന്നല്ലേ? എടി ഇങ്ങോട്ട് തിരിഞ്ഞോ, ലൈറ്റ് കിട്ടും. കുറച്ച് ചുരുക്കി പറയോ ദേവ്? ചേച്ചിക്കിനെ കുറച്ച് അവസരം കൊടുക്കും. സാരല്ല ദേവ്, കൺഗ്രാറ്റ്സ്, നല്ല സ്പീച്ച് ആയിരുന്നു. ചേച്ചി കണ്ടിന്യൂ. എനിക്ക് ഇമോഷണൽ എന്ന് പറയാൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെ കെട്ടിച്ചു വിടുന്ന എന്റെ ഇത്തി ഓൾറെഡി കല്യാണം കഴിച്ചു പോയോണ്ട് കല്യാണം കഴിച്ച സമയത്ത് എനിക്ക് അത്രയും ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. കല്യാണം കഴിച്ചു പോയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ ഇത്തി കല്യാണം കഴിച്ചു പോകുന്നു. അപ്പൊ പോകുന്നതിൽ അത്ര എനിക്ക് അങ്ങനെ വിഷമവും ഒരുപാട് ഞാൻ കരഞ്ഞു അങ്ങനൊന്നും ഇല്ല. പക്ഷെ അത് പോയി കഴിഞ്ഞാണ് പിന്നീട് മനസ്സിലായത്. നമ്മള് 3 പേരും ഉണ്ടായിരുന്നപ്പോ എങ്ങനെയാണ്. അപ്പൊ അതേ ഒരു സെയിം ഫീലാണ് ചേച്ചിയുടെ. എനിക്ക് ചോദിക്കാനുണ്ട്, ഞാൻ കരയും. അതാ, എനിക്ക് വേണേ പറയാൻ കാര്യമില്ല അത്, പക്ഷെ എനിക്ക് കണ്ണീര് വന്നു പോകും. ഐ ഡോണ്ട് തിങ്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. എന്താണ് മാഡം? ഫുഡ് ഉണ്ട്, സെറ്റാണ്, പേടിക്കണ്ട. പറയൂ, ജോക്സ് ബട്ട് പറയൂ. ഇവിടെ കരയോ? പറയൂ. എന്ത് മോശം ഡാൻസ് ഇടം വരെ ടെൻഷൻ ഉണ്ടോ? കൊറേ നാളായിട്ട് ഡാൻസ് കളിക്കാണ്ട് അനങ്ങുന്ന പോലെ തോന്നുന്നുണ്ടോ? കോളേജൊക്കെ ആയിരുന്നപ്പോ കുഴപ്പമില്ലായിരുന്നല്ലേ? പ്രായത്തിന് മാത്രമല്ല, നമ്മള് കളിക്കുന്നില്ലല്ലോ 2 വർഷമായിട്ട്. എന്ത് തോന്നുന്നു? ഇങ്ങനെ ചേച്ചി
അയ്യോ